1922 ഒക്ടോബർ 4 ഇറ്റലിയിൽ ജനിച്ച ജാന മിലാനിൽ വൈദ്യശാസ്ത്ര പഠനം നടത്തുകയും കുട്ടികളെ ചികിത്സിക്കുന്ന പീഡിയാട്രീഷ്യനായി ഉന്നത ബിരുദം കരസ്ഥമാക്കുകയും ചെയ്തു. കത്തോലിക്കാ സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അന്മായ വിശ്വാസികളുടെ സംഘടനയായ കാത്തലിക് ആക്ഷനോടൊത്ത് സഭയ്ക്കായി നിരന്തരം അധ്വാനിച്ച അവൾ 1955 പിയേത്രോ മൊള്ളയെ വിവാഹം ചെയ്യുകയും അവരുടെ ദാമ്പത്യ വല്ലരിയിൽ 3 കുഞ്ഞുങ്ങൾ ജനിക്കുകയും ചെയ്തു. മാതൃത്വത്തിൻ്റെയും ഡോക്ടർ ഉദ്യോഗത്തിൻ്റെയും ദൈവനിക്ഷിപ്തമായ കടമകൾക്കൊപ്പം ഉത്തമ ക്രൈസ്തവ ജീവിതം നയിക്കുന്നതിനിടയിൽ 1961 ജാന 4ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിക്കുകയും 2ാം മാസത്തിൽ ഭ്രൂണത്തോടൊപ്പം വളരുന്ന ഒരു മുഴ കണ്ടെത്തുകയും സ്വന്തം ജീവൻ രക്ഷിക്കാനായി ഭ്രൂണത്തെ നശിപ്പിക്കുക എന്ന മാർഗം അവൾക്കു മുന്നിൽ നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ വൈദ്യശാസ്ത്രവും സ്വാഭാവിക നിയമവും വിശുദ്ധ ഗ്രന്ഥവും ക്രൈസ്തവ പാരമ്പര്യവും സ്ഥിരീകരിക്കുന്ന കത്തോലിക്ക പ്രബോധനം അനുസരിച്ച് സാഹസം ഏറ്റെടുത്ത് കുഞ്ഞിനെ നിലനിർത്തിയ അവൾ 1962 ഏപ്രിൽ 21 സിസേറിയൻ ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിന് ജന്മം നൽകിയെങ്കിലും ഒരാഴ്ചയ്ക്ക് ശേഷം ഏപ്രിൽ 28 തൻ്റെ നിത്യഭവനത്തിലേക്ക് യാത്രയാവുകയായിരുന്നു. ദൈവസ്നേഹത്തിൻ്റെ ശ്രദ്ധേയയായ സന്ദേശവാഹക എന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിശേഷിപ്പിച്ച ജാനയുടെ നാമകരണ ചടങ്ങുകളിൽ അവളുടെ ഭർത്താവും 4 മക്കളും സന്നിഹിതരായിരുന്നു.